നമസ്കാരം. ഭർത്താവുമായി അകന്ന് താമസിച്ചിരുന്ന 25-കാരിയെ കൊലപ്പെടുത്തി മൃതദേഹം കൊക്കയിൽ തള്ളിയ ശേഷം താലി ഭർത്താവിന് കൊരിയർ അയച്ചു കൊടുത്ത് 22-കാരൻ്റെ പ്രതികാരം. മറ്റൊരാളുടെ ഫോൺ കോളിനെ ചൊല്ലിയുള്ള തർക്കത്തിന് പിന്നാലെയാണ് 2 കുട്ടികളുടെ അമ്മയായ യുവതിയെ കൊലപ്പെടുത്തിയത്. 25-കാരിയുടെ മാലയിലുണ്ടായിരുന്ന താലി വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന ഭർത്താവിന് യുവാവ് അയച്ചു നൽകിയായിരുന്നു. തമിഴ്നാട്ടിലെ സേലത്താണ് സംഭവം. 2 കുട്ടികളുടെ അമ്മയായ 25-കാരിയായ സുമതി എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത്. യുവതിയുടെ മൃതദേഹം ഏർക്കാട് കുപ്പന്നൂർ ചുരത്തിൽ 300 അടി താഴ്ചയിൽ നിന്നുമാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ 22-കാരനായ ജി വെങ്കടേഷ് എന്ന യുവാവാണ് അറസ്റ്റിലായത്. ട്രക്ക് ഡ്രൈവറായ ഷൺമുഖത്തിന്റെ ഭാര്യയാണ് കൊല്ലപ്പെട്ടത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് സുമതി 2 വർഷമായി തനിച്ചാണ് താമസം. ദമ്പതികളുടെ 2 മക്കൾ ഷൺമുഖനൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇൻസ്റ്റഗ്രാമിലൂടെ വെങ്കടേഷ് സുമതിയുമായി സൗഹൃദത്തിലാവുന്നത്. ഡിസംബർ 23-ന് ഏർക്കാട് വെച്ച് കാണാമെന്ന് ഇരുവരും തീരുമാനിച്ചിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്കിടെ ഫോൺ കോളിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് 22-കാരനെ പ്രകോപിപ്പിച്ചത്. സുമതിക്ക് വന്ന ഫോൺ കോൾ ആരുടേതാണെന്ന ചോദ്യത്തിന് 25-കാരി കൃത്യമായ മറുപടി നൽകിയില്ല. ഇതിൽ പ്രകോപിതനായ വെങ്കടേഷ് യുവതിയെ ഷോൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനുശേഷം യുവതിയുടെ മൃതദേഹം ചാക്കിലാക്കി ഏർക്കാട് ചുരത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടുകയും ചെയ്തു. സുമതിയുടെ മാലയിൽ നിന്ന് എടുത്ത താലി 22-കാരൻ ഷൺമുഖത്തിന് കൊറിയർ അയച്ചു നൽകുകയായിരുന്നു. വെങ്കടേഷിന്റെ വിലാസത്തിൽ നിന്ന് തന്നെയായിരുന്നു കൊറിയർ നൽകിയത്. താലി തിരിച്ചറിഞ്ഞ ഷൺമുഖം സുമതിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ച് സാധിക്കാതെ വന്നതോടെ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. കൊറിയറിലെ വിലാസത്തിൽ അന്വേഷിച്ചെത്തിയ പോലീസിനോട് 22-കാരൻ സംഭവിച്ചത് വിശദമാക്കിയായിരുന്നു. പിന്നാലെ മൃതദേഹം ചുരത്തിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു.